ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ടറാണ്. ഫുൾ സബ്ട്രാക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 3 ഇൻപുട്ട് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഹാഫ് സബ്ട്രാക്ടിനകത്ത് എ ബി 2 ഇൻപുട്ട് കൊടുത്തു, 2 ബിറ്റുകളുടെ ഡിഫറൻസ് മാത്രമേ അവരെടുത്ത് തരത്തുള്ളൂ. ഫുൾ സബ്ട്രാക്ടറിന് 3 ബിറ്റുകളുടെ സബ്ട്രാക്ഷൻ ചെയ്യുന്നതാണ് ഫുൾ സബ്ട്രാക്ടർ. സബ്ട്രാക്ടറിന് എപ്പോഴും 2 ഔട്ട്പുട്ടേ ഉള്ളൂ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കൊടുത്തിരുന്ന ഇൻപുട്ടുകൾ എന്താണോ അതിൻ്റെ ഡിഫറൻസും കിട്ടും, ബോറോ ഉണ്ടെങ്കിൽ ബോറോയും കിട്ടും. ഓക്കെ, 2 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും, ആ 3 ബിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണെന്ത് ഫുൾ സബ്ട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫുൾ സബ്ട്രാക്ടറിൻ്റെ ഒരു ഫിഗറാണിത്. ഫുൾ സബ്ട്രാക്ടർ എ ബി ബീൻ 3 ഇൻപുട്ട്സിൽ ഒരെണ്ണത്തെ ഞാൻ ബീൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഫുൾ ആർഡർ ആണെങ്കിൽ എ ബി സി എന്നായിരുന്നു. അവിടെ സമ്മം ക്യാരി ആണെങ്കിൽ ഇവിടെ ഡിഫറൻസും ബോറോയാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഡിഫറൻസിനെ ഡി എന്നും ബോറോനെ ഞാൻ ബി ഔട്ട് എന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് ട്രൂത്ത് ടേബിൾ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ ഇതിന് ട്രൂത്ത് ടേബിൾ ഉണ്ട്. ട്രൂത്ത് ടേബിളിൽ നിന്നാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്, അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. 3 ഇൻപുട്ടല്ലേ, എ ബി ബി, 3 ഇൻപുട്ടാണ്, 3 ബിറ്റാണ്. അപ്പം മൊത്തം 8 കോമ്പിനേഷനുണ്ട്. 0 0 0 1 1 0 1 1 1 1 0 0 1 1 0 1 1 1 0 1 1 1 അങ്ങനെ 8 കോമ്പിനേഷനുണ്ട്. 3 ബിറ്റിൽ ഇൻപുട്ട്സും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, ബോറോ കണ്ടുപിടിക്കുക. ഓക്കെ, ഡിഫറൻസ് കണ്ടുപിടിച്ചേ. 0 0 0യുടെ ഡിഫറൻസ് 0യും 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 കൂടെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. അതായത് ആദ്യം എന്ത് ചെയ്യുക, ഈ 0യും 0യും സബ്ട്രാക്ട് ചെയ്യുക. 0 - 0 ആൻസർ എന്ത് വരും, 0. എഗെയിൻ ഈ 0യും ഈ 0യോട് സബ്ട്രാക്ട് ചെയ്യുമ്പം ആൻസർ എന്ത് വരും, 0. ഇവിടെ ബോറോ എടുക്കേണ്ട ആവശ്യം വന്നോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസും 0, ബോറോയും എന്ത് തന്നെ, 0 തന്നെയാണ്. ഓക്കെ, അടുത്തത് 0 0 1. ആദ്യം എന്ത് ചെയ്യുക, ഈ 0യും 0യും സബ്ട്രാക്ട് ചെയ്യുക. 0 - 0 ആൻസർ 0 വരും. എഗെയിൻ ഈ 0യും 1ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുക. 0യിൽ നിന്ന് 1 പോവുമോ, ഇല്ല. അപ്പം നമുക്ക് ഡിഫറൻസ് എന്നാ വരും, 1 വരും. ബോറോ എടുക്കേണ്ട കേസ് വരുന്നുണ്ട്, അപ്പോൾ ബോറോ ഉള്ളതുകൊണ്ട് ബോറോ എന്ത് വരും, 1. കണ്ടോ, 0 0 1 വന്നപ്പം ഡിഫറൻസ് 1, ബോറോ 1. അടുത്ത കേസ് നോക്കിക്കോ. അടുത്ത കേസ് എന്നാ 0 1 0. 0 1 0 വരുമ്പം ആദ്യം 0യും 1ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുക. 0യിൽ നിന്ന് 1 പോവുമോ, ഇല്ല. അപ്പോൾ ഡിഫറൻസ് എന്ത് വന്നു, 1 വന്നു. ബോറോ എന്ത് വന്നു, 1 വന്നു. എഗെയിൻ അപ്പോൾ ഡിഫറൻസ് 1 വന്നത്. ആ ഡിഫറൻസും ഈ 1ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുക. 1 - 0 ആൻസർ എന്താ വരുന്നത്, 1 ആണ്. അപ്പോൾ ആൻസർ 1, ബോറോ ഉള്ളതുകൊണ്ട് ബോറോയും വന്നു. ഉണ്ടോ, 1 1 എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത കേസ് എന്നാണ് 0 1 1. 0 1 1 0യിൽ നിന്ന് 1 പോവുമോ, ഇല്ല. ആൻസർ എന്ത് വരും, ഡിഫറൻസ് 1 വന്നു, ബോറോ ഉണ്ട്, ബോറോയും 1 വന്നു. എഗെയിൻ ഈ 1ൽ നിന്ന് 1 പോകുമ്പം ആൻസർ എന്ത് വരും, 0. അപ്പം 0 ആണ് ഡിഫറൻസ് വരുന്നത് വിത്ത് ബോറോ. ഉണ്ടോ, 0 വിത്ത് ബോറോ 1. അങ്ങനെ 1 1 1 ആവുന്ന കേസിലോ 1 1 1 വരുന്ന 1ൽ നിന്ന് 1 പോകുമ്പം ആൻസർ ഡിഫറൻസ് 0 വരും. ബോറോ ഉണ്ടോ, ഇല്ല. ബോറോ ഇപ്പോൾ 0 ആയിട്ടാണ് നിൽക്കുന്നത്. എഗെയിൻ ഈ 0യിൽ നിന്ന് 1 പോവുമോ, ഇല്ല. അപ്പോൾ ഡിഫറൻസ് 1 വരും. ബോറോ ഇപ്പോൾ എടുക്കേണ്ട വന്നതുകൊണ്ട് 1. ഓക്കെ, 1 1 വരുന്ന കേസിൽ എന്ത് വരും, ഡിഫറൻസ് 1 വരും, ബോറോയും 1 വരും. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഡിഫറൻസ് ഹൈ ആയ കേസുകൾ ഏതൊക്കെയാണ്, 1 വരുന്ന കേസ്, 2 വരുന്ന കേസ്, 4 വരുന്ന കേസ്, 7 വരുന്ന കേസ്. ഇത്രയും കേസിൽ ആര് ഹൈ ആണ്, ഡിഫറൻസ് ഹൈ ആണ്. അപ്പം 1 വരുന്ന കേസിന്, അപ്പോൾ 1നെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 0 0 1 അല്ലേ. അതായത് എ ബാർ ബി ബാർ ബീൻ പ്ലസ് അടുത്തത് 2 വരുന്ന കേസ് 0 1 0 എ ബാർ ബി, ഇവിടെ ബീൻ ബാർ അല്ലേ വരണ്ടേ, 0 ആയതുകൊണ്ട് ബീൻ ബാർ. അങ്ങനെ ആ 4 കേസുകൾ നമ്മൾ എന്ത് ചെയ്യുക, SOP ഫോമിൽ എഴുതണ്ടോ. എ ബാർ ബീൻ എ പ്ലസ് എ ബാർ ബി ബീൻ ബാർ എ പ്ലസ് എ ബി ബാർ ബീൻ ബാർ എ പ്ലസ് എ ബി ബീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആരുടെ എക്സ്പ്രഷൻ ആദ്യം എഴുതി, ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതി. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കി, ഈ എക്സ്പ്രഷൻ അത് നോക്കിയാൽ അറിയാം. ഇവിടെ ഇതിനകത്തും ബീനുണ്ട്, ഇതിനകത്തും ബീനുണ്ട്. അപ്പോൾ എനിക്ക് ബീനെ പുറത്തെടുക്കാൻ മേലെ. ഇതിനകത്ത് ഈ ബീൻ പോയാൽ പിന്നെ ഇനി ഇവിടെ മിച്ചം ആരേ ഉള്ളൂ, എ ബാർ ബി ബാർ. ഇവിടെ എ ബി അല്ലേ മിച്ചമുള്ളൂ. അപ്പോൾ എ ബാർ ബി ബാർ എ പ്ലസ് എ ബി എഴുതി. ഇപ്പുറത്ത് ഇവിടെ ബീൻ ബാറും ഉണ്ട്, ഇവിടെയുണ്ട് ബീൻ ബാർ. അപ്പോൾ ബീൻ ബാറിനെ എനിക്ക് പുറത്തെടുക്കാൻ മേലെ. അപ്പോൾ എനിക്ക് ആരെ കിട്ടും, ഇങ്ങനെ കിട്ടിയില്ലേ, എ ബാർ ബി പ്ലസ് എ ബി ബാറും കിട്ടും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബാർ ബി പ്ലസ് എ ബി ബാറിൻ്റെ ഏത് ഗേറ്റിന് എക്സ്പ്രഷനാണ്, നമ്മൾ എക്സോർ ഗേറ്റ് പഠിച്ചതാണ്. എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഗേറ്റിനെ പറയുന്ന പേരാണ് എക്സോർ ഗേറ്റ് അല്ലേ. എക്സോർ ഗേറ്റ് എക്സ്പ്രഷൻ എന്താ, എ എക്സോർ ബി. കൊടുത്തിരിക്കുന്ന 2 ഇൻപുട്ടുകളെ തമ്മിൽ എക്സോർ ചെയ്തിരുന്ന ആളാണ് എ എക്സോർ ബി. എക്സോർ ഗേറ്റിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നമ്മളിപ്പം ഓർ ഗേറ്റിന് എ പ്ലസ് ബി എന്ന് പറയും. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയും. നാൻ ഗേറ്റ് ആണെങ്കിൽ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ പറയും. നോർ ഗേറ്റ് ആണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ ബാർ പറയും. അപ്പോൾ അതുപോലെ ഓരോ ഗേറ്റിന് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇത് ആരുടെ എക്സ്പ്രഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സോർ ഗേറ്റ് എക്സ്പ്രഷൻ എ എക്സോർ ബി എന്ന് പറയുന്നതാണ് എന്ത്, എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഓക്കെ, അപ്പം ഇതിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ.
ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. എ എക്സ് ഓർ ബീനെ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ എനിക്ക് എ എക്സ് ഓർ ബി എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ആൾ ഇവിടെ നോക്കിക്കേ, ഇതാരാ? എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ. എക്സോർ ഗേറ്റ് ആണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ. എക്സോർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ? എക്സ്നോർ ഗേറ്റ് എക്സ്പ്രഷൻ ആണ് ശരിക്കും എന്ത്? എ ബാർ ബി ബാർ എ പ്ലസ് എ ബി. ഇവിടെ നോക്കി, ഇതാണ് എന്ത്? എ ബാർ ബി ബാർ എ പ്ലസ് എ ബി. ഇത് ആരുടെ എക്സ്പ്രഷനാണ്? ഇപ്പം എക്സ്നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. അതായത് എക്സോർ ഗേറ്റിന് കോംപ്ലിമെൻ്ററി ആണ് ആര്? എക്സ്നോർ ഗേറ്റ്. കേട്ടോ, എക്സോർ ഗേറ്റ് എ എക്സ് ഓർ ബി ആണെങ്കിൽ എക്സ്നോർ ഗേറ്റ് എങ്ങനെയായിരിക്കും? എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവരെ രണ്ടിനെയും ഈ രീതിയിലേക്ക് മാറ്റി എഴുതി. ഇനി നോക്കിക്കേ, ഞാൻ ഈ എ എക്സ് ഓർ ബീനെ എക്സ് എന്ന് അങ്ങ് വിളിച്ചു. ഇനി നിങ്ങളതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇക്വേഷനകത്തേക്ക്. ഇത് എക്സ് ബാർ ആയില്ലേ? എ എക്സ് ഓർ ബീനെ എക്സ് എന്ന് വിളിക്കാമെങ്കിൽ ഇതെന്തായി? എക്സ് ബാർ ആയി. ഇതെന്തായി? എക്സും ആയി അല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ മേലെ. ഇപ്പോൾ ബീൻ ഇൻറ്റു എക്സ് ബാർ എ പ്ലസ് ബീൻ ബാർ എ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ മേലെ എഴുതാം. ഇപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കി, ഇതിപ്പം എ ബി ബാർ എ പ്ലസ് എ ബാർ ബിയുടെ ഫോമിൽ തന്നെയല്ലേ വീണ്ടും കിടക്കുന്നത്? ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? ബീനാ. ബി ബാറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? എക്സ് ബാറാ. ഇവിടെ എ ബാറിൻ്റെ സ്ഥാനത്ത് ആരാ? ബീൻ ബാറാ. ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരും വന്നു? എക്സും വന്നു. അപ്പം എ ബി ബാർ എ പ്ലസ് എ ബാർ ബിയുടെ ഫോമിൽ തന്നെ കിടക്കുന്നത്. അത് വീണ്ടും ഇത് എക്സ് ഓർ ഗേറ്റിൻ്റെ ഫോമിൽ തന്നെ വന്നു അല്ലേ? ഒരു എക്സ് ഓർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണോ എഴുതുന്നത് ആ ഫോമിൽ തന്നെ വന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാൻ മേലെ, എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണെങ്കിൽ ബീൻ എക്സ് ബാർ പ്ലസ് ബീൻ ബാർ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ബീൻ എക്സ് ഓർ എക്സ് എന്ന് എഴുതാൻ മേലെ ബീൻ എക്സ് ഓർ എക്സ് എന്ന് എഴുതാം. കാരണം ബീനും എക്സും അല്ലേ ഇതിനകത്ത് വരുന്ന ടേംസ്. ഓക്കെ, ഇനി എക്സ് എന്താ നമ്മൾ ഓൾറെഡി തൊട്ട് മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എക്സ് ഓർ ബി ആണ്. അത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഫറൻസിന് ഇക്വേഷൻ കിട്ടി. എന്താണ് ഡിഫറൻസ്? ബീൻ എക്സ് ഓർ എ എക്സ് ഓർ ബി. ഫുൾ ആർഡർ ആണെങ്കിൽ ഏതായിരുന്നു? എ എക്സ് ഓർ ബി എക്സ് ഓർ സീനാ. ബീൻ്റെ സ്ഥാനത്ത് അവിടെ സീനായി എന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ആർഡറിനകത്ത്. അടുത്തത് ഇനി ഞാൻ ബി ഔട്ടിന് എക്സ്പ്രഷൻ എഴുതാൻ പോവാം. ഇതല്ലേ ബി ഔട്ട്? ബി ഔട്ട് ഹൈ ആയിരിക്കുന്ന കേസിലേക്കാണ് 1 വരുമ്പോഴേ 2 വരുമ്പോഴേ 3 വരുമ്പോഴേ 7 വരുമ്പോഴേ. ഇത്രയും കേസിൽ ആര് ഹൈയാ? ബി ഔട്ട് ഹൈയാ അല്ലേ? അപ്പം അത് വെച്ച് എനിക്ക് എക്സ്പ്രഷൻ എഴുതാൻ മേലെ എഴുതി. ഇവിടെ നോക്കിയറിയാം, എ ബാർ ബി രണ്ടിടത്തുണ്ട്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട് എ ബാർ ബി. അപ്പോൾ എ ബാർ ബീനെ പുറത്തെടുക്കുക. അപ്പോൾ ബീൻ പ്ലസ് ബീൻ ബാർന്നായി. ഇവിടെ ബീൻ പുറത്തെടുക്കാം. ഇതിനകത്ത് ബീനുണ്ട്, ഇവിടെയും ബീനുണ്ട്. അപ്പോൾ ബീനെ പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ ഇത് 1 ആയി പോയില്ലേ? പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? എ ബാർ ബി മാത്രം. ഇപ്പുറത്തോട്ട് വന്നേ, ഇവിടെ ആരാ ഉള്ളത്? ഇത് വീണ്ടും ഇതിപ്പോൾ ആരുടെ ഫോമിലാണ്? നമ്മൾ ഒത്തു മുമ്പ് എഴുതിയുള്ളൂ എക്സ്നോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റ് പോലെ തന്നെയല്ലേ എ ബാർ ബി ബാർ പ്ലസ് എ ബി? എക്സ്നോർ ഗേറ്റ് അല്ലേ? അപ്പോൾ ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാൻ മേലെ എക്സ്നോർ ഗേറ്റ് ആക്കി. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? മാറ്റി ഇങ്ങനെ ആക്കി. പിന്നെ ബീനിവിടെ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ? ലോജിക് ഡയഗ്രാം വെച്ചും ബേസിക് കേസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാം. കിട്ടിയ എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഡി അല്ലായിരുന്നോ? ഡി എന്ന് പറഞ്ഞാൽ ബി ഇൻ എക്സ് ഓർ എ എക്സ് ഓർ ബി ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എയും ബിയും കൂടെ ഞാൻ എക്സ് ഓർ ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ എക്സ് ഓർ ബി കിട്ടി. എങ്കിൽ ഞാൻ ബീനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബീനും ഈ എക്സ് ഓർ ബിയുടെ ഒരു എക്സ് ഓർ ഗേറ്റ് കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും? എ എക്സ് ഓർ ബി എക്സ് ഓർ ബീൻ കിട്ടി. ആരെ കിട്ടി? ഡിഫറൻസിനെ കിട്ടി. ഡിഫറൻസ് കഴിഞ്ഞു. അടുത്ത ഇനി ആരാ? ബോറോ. ബോറോ എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് ബീൻ ഇൻറ്റു എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ ആണ് അല്ലേ? അപ്പം ആദ്യം എന്ത് ചെയ്യുക? എ ബാർ ബി എടുത്തേ. എ ബാർ ബി എടുക്കണമെങ്കിൽ ഇവിടെ എ ഉണ്ട്. എന്നെ നോട്ട് ചെയ്ത് എ ബാർ കിട്ടി. ഇവിടെ ബിയും കിട്ടി. അപ്പോൾ എ ബാർ ബി കിട്ടി. അടുത്ത് ഇനി ആരാ? എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ. ഇവിടെ എ എക്സ് ഓർ ബി കിടപ്പുണ്ട്. അതിനെ ഞാനൊന്ന് നോട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എനിക്കിവിടെ എ എക്സ് ഓർ ബി ദ ഹോൾ ബാർ കിട്ടും. പിന്നെ എ എക്സ് ഓർ ബി കിട്ടി. പിന്നെ ഇതിനെ ബീനുമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ ഇവിടുന്ന് ബീൻ കിടപ്പുണ്ട്. ആ ബീനെ എടുത്ത് ഞാൻ ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തു. അപ്പോൾ എനിക്കിതേ ഈ ടേം കിട്ടി. ബീൻ ഇൻറ്റു എ എക്സ് ഓർ ബി ദ ബാർ കിട്ടി അല്ലേ? ഇനി ഇതും കിട്ടി, ഇതും കിട്ടി. ഇനി ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ. ആഡ് ചെയ്യാൻ വേണ്ടി എങ്ങോട്ട് കൊടുക്കുക? ഒരു ഓർ ഗേറ്റ് കൊടുക്കുക. അപ്പോൾ ഓർ ഗേറ്റ് കൊടുത്തപ്പോൾ ആരെ കിട്ടി? ബോറോയും കിട്ടി. ബി ഔട്ട് കിട്ടി. ഇനി അടുത്തത് ബേസിക് കേസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ട. ബേസിക് കേസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ എന്താണ്? എല്ലാം ആൻഡ് ഓർ നാൻഡ് ആൻഡ് ഓർ നോട്ട് ഈ 3 ഗേറ്റ്സിൻ്റെ ഫോമിലേക്ക് ആക്കണം. നമുക്ക് നമ്മളതിനെ കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം. കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. നമ്മൾ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കുക. ട്രൂത്ത് ടേബിളിൽ ഇപ്പം ഡിഫറൻസ് ഹൈ ആയി നിൽക്കുന്ന കേസ് ഏതൊക്കെയാണ്? 1 വരുമ്പോഴും 2 വരുമ്പോഴും 4 വരുമ്പോഴും 7 വരുമ്പോഴാണ് ഡിഫറൻസ് ഹൈ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? 3 ബിറ്റല്ലേ ഇൻപുട്ടുള്ളത്? 3 ബിറ്റിൻ്റെ കെ മാപ്പ് വരച്ച് 1 വരുമ്പോഴേ 2 വരുമ്പോഴേ 4 വരുമ്പോഴേ 7 വരുമ്പോഴേ ഇത്രയും കേസിൽ ഇത് ഹൈ ആണ്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഇതിന് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ ഇങ്ങോട്ടും നോക്കിയാൽ മതിയല്ലോ. എക്സ്പ്രഷൻ എഴുതാം.
അല്ല ബി ഔട്ട് വരച്ച് നോക്കുക. ബി ഔട്ട് നോക്കുമ്പോൾ 1 വരുമ്പോഴും 2 വരുമ്പോഴും 3 വരുമ്പോഴും 7 വരുമ്പോഴും ബി ഔട്ട് ഹൈയാണ്. അപ്പോൾ നമുക്കവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആരുടെ എക്സ്പ്രഷൻ എഴുതാം? ബി ഔട്ടിന് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. 2 പേര് വരുമ്പം ഇതും നോക്കിയിട്ട് ഇവിടെ ഒന്നും എടുക്കാനില്ല. അപ്പോൾ ഇത് നോക്കി എന്ത് ചെയ്യുക? എക്സ്പ്രഷൻ എഴുതാം. ഇനി ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ ബേസിക് കേസ് വെച്ച്. ഇതിപ്പം എ ബാർ ബി ബാർ ബീന. അപ്പം എ ബാർ ബി ബാർ ബീൻ ബാർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം വേണ്ട ആരാ? എ ബാർ ബി ബാർ ബീന. എ ബാർ എടുക്കുക, ബി ബാർ എടുക്കുക, ബീനൂർ എടുക്കുക. കണക്ഷൻ എടുത്തിട്ട് എങ്ങോട്ട് കൊടുത്താൽ മതി? ഒരു ആൻഗേറ്റ് കൊടുത്താൽ എ ഇൻറ്റു ബീൻ ബാർ എ ബാർ ബി ബാർ ബീൻ കിട്ടും അല്ലേ? അടുത്തതാരാ? എ ബാർ ബീൻ ബാർ. എ ബാർ ബീൻ ബാർ ആകുമ്പം എ ബാറിൽ നിന്ന് കണക്ഷൻ വരണം. ഇതാണ് അയാൾ. എ ബാറിൽ നിന്ന് കണക്ഷൻ വന്നിട്ടുണ്ട്. അടുത്താരാ? ബീന്ന് കണക്ഷൻ വന്നിട്ടുണ്ട്. അടുത്താരാ? ബീൻ ബാർ. ഇവർ 3 കണക്ഷൻ വരുമ്പോൾ ഈ ആൻഗേജ് വരുന്നതാണ് അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ 4 ഇനി നോക്കിക്കുക. ഇവരെല്ലാവരും നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റുകൾ SOP അല്ലേ? കുറേ പ്രൊഡക്റ്റുകൾ, ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കുക? സം ചെയ്തേക്കുക. അപ്പോൾ ഈ 4 പേരെയും കൂടി എന്ത് ചെയ്യുക? ഒരു ഓർ ഗേറ്റ് കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? ഡിഫറൻസിനെ കിട്ടും. അടുത്ത് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതും സെയിം തന്നെയല്ലേ? എ ബാർ ബീൻ. ഇവിടെ ആദ്യം ഇവരെല്ലാം എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിന് ശേഷം ഇവരെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഓർ ഗേറ്റ് കൊടുക്കുകയല്ലേ ചെയ്തേ. ഇതാണ് ബേസിക് കേസ്.